അക്ഷരജ്ഞാനങ്ങളിൽ നിന്നും ഖുർആൻ പഠനത്തിൽ നിന്നും സമൂഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം സംഘങ്ങൾക്കെതിരായി ഉദിച്ചുവന്ന നക്ഷത്രമാണ് ജാമിഅ സലഫിയ്യ. 1982 ഫെബ്രുവരി 25, 26, 27, 28 തീയതികളിൽ ഫറൂഖിൽ നടന്ന മുജാഹിദ് 2ാം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചായിരുന്നു ജാമിഅ സലഫിയ്യ എന്ന സർവകലാശാല ഒരുക്കാൻ തീരുമാനിച്ചത്. അന്ന് KNM സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുലൈമാൻ സാഹിബും സെക്രട്ടറിമാരായിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവിയും PK അലി അബ്ദുറസാഖ് മൗലവിയും അടങ്ങുന്ന സംസ്ഥാന കമ്മിറ്റി ഈ മഹാദൗത്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ ഇസ്ലാഹി വിദ്യാഭ്യാസ ചക്രവാളത്തിൽ മറ്റൊരു സുരയ്യ നക്ഷത്രം ഉദയം ചെയ്യുകയായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിവച്ച മതവിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ തീരുമാനം. KNM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന എടവണ്ണ ജാമിഅ നദവിയോടനുബന്ധിച്ചായിരുന്നു സലഫിയയിലെ ക്ലാസുകൾ ആരംഭിച്ചത്. സർവകലാശാല എന്ന നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ പ്രഥമ ചാൻസലറായി അധികാരമേറ്റത് മലയാളക്കരയിലും അറബ് നാടുകളിലും പ്രശസ്തനായ ഉമർ അഹമ്മദ് മലൈബാരിയായിരുന്നു. കൂട്ടിന് വൈസ് ചാൻസലറായി KPയും. കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണരിൽ ഒരാളായ NV ഇബ്രാഹിം സാഹിബ് രജിസ്ട്രാർ പദവിയിലേക്കെത്തി. തിരൂരങ്ങാടി PSMO കോളേജ് മുൻ പ്രിൻസിപ്പലും ഗോളശാസ്ത്ര വിദഗ്ധനുമായ പ്രൊഫസർ K. അഹമ്മദ് കുട്ടി സാഹിബായിരുന്നു പ്രോ വൈസ് ചാൻസലർ. പിന്നീട് KPയുടെ വലം കൈയായി AP അബ്ദുൽ ഖാദർ മൗലവി പ്രവർത്തിച്ചു. പിന്നീട് എടവണ്ണയിൽ നിന്നും ജാമിഅ സലഫിയ്യ പുളിക്കലിലേക്ക് മാറുകയായിരുന്നു. പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിന് ആലുങ്ങലിലെ KP വീരാൻകുട്ടി സാഹിബ് സംഭാവന ചെയ്ത പുളിക്കൽ വലിയ പറമ്പ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒട്ടുകുത്തിമലയിലെ പ്രവിശാലമായ 24 ഏക്കർ ജാമിഅ സലഫിയ്യ ആരംഭിക്കാൻ നൽകാമെന്ന് ഇതിനകം നേതാക്കൾ ജാമിഅ സലഫിയ്യ സാരഥികളെ അറിയിച്ചു. തദടിസ്ഥാനത്തിൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് പ്രിൻസിപ്പലും KJU സെക്രട്ടറിയും എന്ന നിലയിൽ KN ഇബ്രാഹിം മൗലവി വെട്ടുകുത്തിമലയിലെ പ്രകൃതിരമണീയമായ സ്ഥലം ജാമിഅ സലഫിയ്യയ്ക്ക് എഴുതി നൽകി. അങ്ങനെ 1987 ഏപ്രിൽ മാസത്തിൽ എടവണ്ണയിൽ നിന്നും ജാമിഅ സലഫിയ്യ ക്യാമ്പസ് പ്രസ്തുത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. PK മൂസ മൗലവിയുടെ കരങ്ങളാൽ വെട്ടുകുത്തിമലയിലെ ജാമിഅ സലഫിയ്യ ക്യാമ്പസിന് കവാടങ്ങൾ തുറക്കപ്പെട്ടു. സലഫിയ്യ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെട്ടുകുത്തിമലയുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരുന്ന അബ്ദുഹാജി എന്ന് ആളുകൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന വലിയ പറമ്പിലെ KC അബ്ദുറഹ്മാൻ മൗലവി തന്നെയായിരുന്നു ജാമിഅ സലഫിയ്യ ആരംഭിച്ചപ്പോൾ അതിൻ്റെ രക്ഷാകർത്താവായിരുന്നത്. ഈ മഹാവിദ്യാഭ്യാസ കേന്ദ്രത്തിന് നേതൃത്വം നൽകുകയും ഗുണകാംക്ഷികളായി പ്രവർത്തിക്കുകയും ചെയ്തവർ നിരവധിയാണ്. KJU പ്രസിഡന്റും KNM സെക്രട്ടറിയുമായിരുന്ന PK അലി അബ്ദുറസാഖ് മദനി, മാനേജർ, സെക്രട്ടറി, അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം ജാമിഅയുടെ പ്രവർത്തനങ്ങളിൽ സക്രിയ സാന്നിധ്യമായി 1.5 വ്യാഴവട്ടത്തോളം പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായ പുരോഗതി ജാമിഅയ്ക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. KPക്ക് ശേഷം VCയായി ചുമതലയേറ്റത് AP അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. അധ്യാപന രംഗത്ത് നിരവധി പണ്ഡിതന്മാരെ അണിനിരത്തുവാൻ ജാമിഅ സലഫിയ്യയ്ക്ക് കഴിഞ്ഞു. കടവത്തൂർ MK അഹമ്മദ് മൗലവി, കോളേജ് പ്രിൻസിപ്പലായിരുന്ന PP ഹസൻ മൗലവി, PP മുഹമ്മദ് മൗലവി, PP അബ്ദുൽ ഗഫൂർ മൗലവി, MM നദവി, മങ്കട അബ്ദുൽ അസീസ് മൗലവി, ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി തുടങ്ങിയവരും പ്രത്യേക പ്രശംസ അർഹിക്കുന്നവരാണ്. PK അഹമ്മദ് അലി മദനി ജാമിഅയുടെ സെക്രട്ടറി പദം അലങ്കരിച്ച മഹൽ വ്യക്തിത്വമാണ്. ഡോക്ടർ അബ്ദുൽ അസീസ് രജിസ്ട്രാറായി പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. K. കുഞ്ഞീദ് മദനി, ജബ്ബാർ മൗലവി, അബ്ദുറഹ്മാൻ സലഫി, സുബൈർ മങ്കട, ജക്കരിയ സുലാഹി എന്നിങ്ങനെ നീളുന്നു അധ്യാപകരുടെ നിര. 2023 ഫെബ്രുവരിയിൽ ജാമിഅ സലഫിയ്യ ദഅവ ശറഇയ്യ ഹിഫ്ള് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായി സുഹ്ബ ഉദയം ചെയ്തു. സുഹ്ബ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഈ സർവകലാശാലയുടെ വളർച്ചയിൽ തുണയേകുന്നു.